ഹലോ, കപ്പയും ബീഫും വെച്ചൊരു കപ്പ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബീഫ് കറി വയ്ക്കാൻ വേണ്ട സാധനങ്ങൾ: ചെറുതായി അരിഞ്ഞ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, മല്ലിയില. ഇത്രയാണ് ബീഫ് കറിക്ക് വേണ്ടി എടുത്തിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്കൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കർ നമുക്ക് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് ബീഫ് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് നന്നായൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ഒരു 10-15 സെക്കൻഡ് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി, സവാളയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് ഒരു ഗോൾഡ് കളർ ആകുന്നത് വരെ തുടർച്ചയായി ഇതിനെ ഇളക്കി വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ഗരം മസാലയും ചേർത്ത് 10-15 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി വയ്ക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ആണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മസാല ഒന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബീഫിനെ നമുക്ക് ഈ മസാലകളും സവാളകളും എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കുക. വീണ്ടും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം പ്രഷർ കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. ബീഫ് വേവുന്ന സമയത്ത് ഇനി നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. ഒരു വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കപ്പ നന്നായി വെന്തിട്ടുണ്ട്. അതിന് വെള്ളം ഊറ്റിയെടുത്ത് നമുക്ക് കപ്പയെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കപ്പ ബിരിയാണിക്ക് ചേർക്കുന്നതിനായി കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിന് എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില ചേർക്കുക. അതിനുശേഷം തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി തുടർച്ചയായി ഇളക്കി കൊടുക്കണം. തേങ്ങ ഒരു ഗോൾഡ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഗോൾഡ് കളർ ആയിട്ടുണ്ട്. അതിനെ നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കപ്പയും ബീഫും കൂടെ മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിനെ ഒന്ന് ചെറുതായി നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിന് ശേഷം മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഡെക്കറേഷന് വേണ്ടി ചെറുതായി അരിഞ്ഞു വെച്ച സവാളയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ അടിപൊളി ടേസ്റ്റി കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.